നമ്മോടൊപ്പം ഇപ്പോൾ ഉള്ളത് മുനമ്പം സമരസമിതിയുടെ നായകൻ ശ്രീ ജോസഫ് ബെന്നിയാണ്. അവിടെ സമരം നടത്തുന്നതോടൊപ്പം തന്നെ ബൗദ്ധികമായ തലത്തിലും നിയമപരമായ തലത്തിലും ഇടപെടൽ ശക്തമാക്കുകയാണ് ജോസഫ് ബെന്നി. ഇപ്പോൾ അദ്ദേഹം ബഹുമാനപ്പെട്ട ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുകയാണ്. നിയമപരമായി അദ്ദേഹം നടത്തിയിട്ടുള്ള ആ മുന്നേറ്റത്തെക്കുറിച്ച് നമ്മോടൊപ്പം വിശദീകരിക്കുകയാണ്. പറയൂ, എന്തൊക്കെയാണ് ഹൈക്കോടതിയിൽ നിങ്ങൾ ആവശ്യപ്പെട്ടിരിക്കുന്നത്? ഞങ്ങൾ തുടക്കത്തിൽ കോടതിയുമായി ബന്ധപ്പെടാതെ മാറി നിൽക്കുകയായിരുന്നു. കാരണം കോടതി വ്യവഹാരങ്ങൾ ഞങ്ങൾക്ക് മുൻ പരിചയമുള്ളതാണ്. 34 വർഷത്തോളം ഞങ്ങൾ കേസ് നടത്തിയിട്ടുള്ളത് പരാജയപ്പെട്ടു പോയിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ മീറ്റിങ്ങുകൾ ചേർന്ന സമയത്ത് ആദ്യം ഞാൻ തന്നെയാണ് പറഞ്ഞത്, നമുക്ക് കോടതി വ്യവഹാരങ്ങളല്ല വേണ്ടത്, ഭരിക്കുന്ന ഗവൺമെൻറ്റിനോട് നമുക്ക് ശക്തമായ രീതിയിൽ ആവശ്യപ്പെട്ട് നമ്മുടെ റവന്യൂ അവകാശങ്ങൾ സ്ഥാപിച്ച് കിട്ടണം എന്നുള്ള രീതിയിലാണ് മുന്നോട്ട് പോയത്. അങ്ങനെയാണ് ഞങ്ങൾക്ക് കരമടക്കാനുള്ള അനുവാദം കിട്ടുന്നത്. പക്ഷേ കരമടച്ചതാകട്ടെ ഈ അസറ്റിൽ വെച്ചിരിക്കുന്ന 2019 എഴുതിയെടുത്തിരിക്കുന്ന വഖഫ് പ്രോപ്പർട്ടിക്ക് തന്നെയാണ് ഞങ്ങൾക്ക് ഭൗതികമായി ഇവിടുത്തെ താമസക്കാർക്ക് കരമടക്കാൻ അനുവാദം കിട്ടിയത്. എന്നിട്ട് പോലും ഇതിനെതിരെ വഖഫ് സംരക്ഷണ സമിതി ഹൈക്കോടതിയിൽ കേസ് ഫയൽ ചെയ്തു ഗവൺമെൻറ്റിനെതിരെ. പക്ഷേ ആ സമയത്ത് വില്ലേജ് ഓഫീസർ ശരിയായ രീതിയിലുള്ള രേഖകൾ മൂലം 33 വർഷത്തോളം ഇവിടെ ജീവിക്കുന്നവരാണ്, അവർക്ക് എല്ലാവിധ റവന്യൂ അവകാശങ്ങളും അനുഭവിച്ചു കൊണ്ടിരിക്കുന്നവരാണ്. ഇത് അവർ കേരള ഗവൺമെൻറ് പറയുന്ന രീതിയിലുള്ള മുദ്രപ്പേപ്പറുകളും അനുബന്ധമായിട്ടുള്ള എല്ലാം ചെയ്ത് രജിസ്റ്റർ ചെയ്ത് വാങ്ങിച്ചതാണെന്നുള്ള രീതിയിൽ ഹൈക്കോടതിയിൽ അഫിഡാവിറ്റ് സമർപ്പിച്ചു. അത് പബ്ലിക് പ്രോസിക്യൂട്ടർ മുഖേന സമർപ്പിച്ചപ്പോൾ അത് കോടതി ശരിവയ്ക്കുകയും ഞങ്ങൾക്ക് എല്ലാ സ്റ്റാറ്റസ് കോ മെയിൻറ്റെയിൻ ചെയ്യാൻ അനുവാദം ചെയ്യുകയും ചെയ്തു. അതായത് എല്ലാ റവന്യൂ അവകാശങ്ങളും ഞങ്ങൾ പുനഃസ്ഥാപിച്ചു തന്നു. പക്ഷെ അതിനെതിരെ അടിയന്തിരമായി ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിൽ അവർ സ്റ്റേക്ക് അനുവദിച്ചു. സ്റ്റേ കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കേസ് ഫയൽ ചെയ്തു. ആ ഫയൽ ചെയ്തപ്പോൾ വഖഫ് ബോർഡ് 2019 ഇത് വഖഫ് പ്രോപ്പർട്ടിയാണ് എന്ന് കാണിക്കുന്ന കൗണ്ടർ അഫിഡാവിറ്റ് സമർപ്പിച്ചു. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾക്ക് സ്റ്റേ അനുവദിച്ചത്. അതോടൊപ്പം തന്നെ ഗവൺമെൻറ് ഞങ്ങൾക്ക് കരമടച്ച് തന്നതാകട്ടെ ഇത് വഖഫ് പ്രോപ്പർട്ടിക്കാണ് എന്നുള്ളതും കൂടി അതിനകത്തൊരു പ്രധാനപ്പെട്ട കാര്യമായി വന്നു. അതുകൊണ്ട് ഞങ്ങൾക്ക് കരമടവും റവന്യൂ അവകാശങ്ങളെല്ലാം സ്തംഭിച്ചു പോയി. തുടർന്നാണ് ഞങ്ങൾ WPC ആദ്യമായിട്ട് കോടതിയിൽ ഫയൽ ചെയ്യുന്നത്. അത് ആദ്യം ഫയൽ ചെയ്തത് സിംഗിൾ ബെഞ്ചിൽ തന്നെയാണ് കൊടുത്തത്. പക്ഷേ സിംഗിൾ ബെഞ്ചിൽ കൊടുത്തത് ഞങ്ങൾ ആർഗ്യൂ ചെയ്തത് കാരണം 2019 ഗവൺമെൻറ് വഖഫ് ബോർഡ് അസറ്റിൽ എടുത്തു വെച്ചിരിക്കുന്നത് ശരിയല്ല, ഇത് വഖഫ് പ്രോപ്പർട്ടി അല്ല എന്നുള്ള വാദങ്ങൾ ഞങ്ങളതിൽ വെച്ചിരുന്നു. ക്രയവിക്രയ സർവ്വസ്വാതന്ത്ര്യത്തോടെ സിദ്ധിച്ച ഭൂമിയാണ്. വഖഫ് ഫറൂഖ് കോളേജ് ഇല്ലാതെ വരികയാണെങ്കിൽ അവരുടെ അനന്തരാവകാശികൾക്ക് തിരിച്ചെടുക്കണം എന്നുള്ള ക്ലോസുമുള്ള ഒരു പെർമനൻറ്റ് ഡെഡിക്കേഷൻ അല്ലാത്ത ഒരു പ്രോപ്പർട്ടി കണ്ടീഷണലായിട്ട് കൊടുക്കുന്നത് വഖഫല്ല എന്ന് ഞങ്ങൾ വാദിച്ചപ്പോൾ ഈ സിംഗിൾ ബെഞ്ചിലല്ല വഖഫ് ബോർഡിനെതിരെ കേസ് ഫയൽ ചെയ്യേണ്ടത്. വഖഫ് എന്ന് പറഞ്ഞാൽ ഉടനെ തന്നെ അത് ഡിവിഷൻ ബെഞ്ച്, അതായത് ട്രൈബ്യൂണലിൽ താഴെയുള്ള കോടതിയാണെങ്കിൽ അതിൻ്റെ അപ്പീൽ കോടതിയാണ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച്. അതുകൊണ്ട് നേരെ ഡിവിഷൻ ബെഞ്ചിലേക്ക് കേസ് പോയി. അതവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ അതിൽ ആ കേസ് ഞങ്ങൾ ശരിയായ രീതിയിൽ കേസ് നടത്തുന്നുണ്ട്. പക്ഷേ കാലതാമസമുണ്ടാകും. പക്ഷേ ഇപ്പോൾ ഗവൺമെൻറ് ഞങ്ങളോട് പറയുന്നത് അടിയന്തിരമായി ഒരു കൗണ്ടർ അഫിഡാവിറ്റ് അവിടെ ഫയൽ ചെയ്ത് ആ സ്റ്റേ തള്ളിക്കാനുള്ള കാര്യങ്ങൾ ചെയ്തു തരാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ നേരെ തന്നെ സിംഗിൾ ബെഞ്ചിൽ അവർ കൊടുത്തിരിക്കുന്ന കേസുകളിൽ ഞങ്ങൾ പലതിലും കക്ഷിയും ചേർന്നിട്ടുണ്ട്. അതായത് കൂടാതെ ഭൂസംരക്ഷണ സമിതി 4476 എന്നുള്ളൊരു കേസും സിംഗിൾ കോടതിയിൽ നടക്കുന്നുണ്ട്. ആ കോടതിയിലേക്കും നേരെ കേസുകൾ പോകും. പക്ഷേ എല്ലാ കേസുകളും കൂടി നമുക്ക് ഫറൂഖ് കോളേജ് ട്രൈബ്യൂണൽ കേസ് കൊടുത്തിട്ടുണ്ട്. ഇത് വഖഫ് പ്രോപ്പർട്ടി അല്ല, ഇത് ഞങ്ങൾക്ക് ഗിഫ്റ്റ് കിട്ടിയ ഭൂമിയാണ് എന്നുള്ള ഒരു വാദവുമായിട്ട് ട്രൈബ്യൂണലിൽ ഓൾറെഡി കേസ് നടക്കുന്നുണ്ട്. അപ്പോൾ അതിലേക്ക് ഞങ്ങൾക്ക് എത്തിപ്പെടാനായിട്ട് സാധിക്കും. അതോടൊപ്പം BJP പാർലമെൻറ്റിൽ പാസ്സാക്കാൻ ഉദ്ദേശിക്കുന്ന വഖഫ് അമെൻമെൻറ്റ് പാസ്സാവുകയാണെങ്കിൽ മുൻകാല പ്രാബല്യത്തോടു കൂടിയാണത് പാസ്സാവുകയാണെങ്കിൽ ഇതെല്ലാം ഞങ്ങളിൽ നിന്ന് ഇതൊക്കെ മാറി വഖഫ് ബോർഡിൻ്റെ ആസ്തി വിവരക്കണക്കിൽ നിന്ന് മാറി ഇത് ഞങ്ങൾക്ക് പൂർണ്ണമായ റവന്യൂ അവകാശങ്ങൾ സ്ഥാപിച്ച് കിട്ടും. അതോടൊപ്പം തന്നെ വഖഫാണ് എന്നുള്ളതിന് പിന്നീട് വരുന്ന ഉദ്യോഗസ്ഥന്മാർ വരുന്നത് വഖഫാണോ അല്ലയോ അവർക്ക് ഏകപക്ഷീയമായിട്ട് എടുത്തു വെക്കാൻ സാധിക്കില്ല. അതിൽ കളക്ടർ
ആവശ്യമായിട്ട് വരും. കളക്ടറിൻ്റെ ഒപ്പീനിയൻ വരും. കളക്ടറിൻ്റെ ഒപ്പീനിയൻ വരുമ്പോൾ റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റിൽ, അതായത് തഹസിൽദാറിൻ്റെയും റവന്യൂ വില്ലേജ് ഓഫീസറിൻ്റെയൊക്കെ റിപ്പോർട്ട് വരും. പഞ്ചായത്ത് പ്രസിഡൻറ്റിൻ്റെ വരും. അതിൻ്റെ അകത്ത് അനുവാദം ആവശ്യമാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇത് ഞങ്ങളുടെ വഖഫ് പ്രോപ്പർട്ടി അല്ല എന്നുള്ളത് നേരെ വണ്ണം കണ്ടെത്തും. പക്ഷേ മുൻകാല പ്രാബല്യം ഇല്ല എങ്കിൽ ഞങ്ങൾക്ക് പിന്നീടും പ്രശ്നം തന്നെയാണ്. കാരണം 2019 ഇത് എഴുതിയെടുത്തിരിക്കുന്നത്. അതുകൊണ്ട് ഇപ്പോൾ ഉണ്ടാക്കുന്ന ഒരു അമെൻമെൻ്റ് ആണെങ്കിൽ മുൻകാല പ്രാബല്യം ഇല്ല എങ്കിൽ ഞങ്ങൾ കഷ്ടത്തിലായി പോകും. ഞങ്ങൾക്ക് നേരെ ചിന്തിക്കാൻ പറ്റുന്നത് ഗവൺമെൻറ്റിലാണ്. ഗവൺമെൻറ് വെച്ചിരിക്കുന്ന ഈ കമ്മീഷൻ, ആ കമ്മീഷൻ ടേംസ് ഓഫ് റെഫറൻസ് ഇപ്പോഴും വന്നിട്ടില്ല. ആ ടേംസ് ഓഫ് റെഫറൻസ് ഞങ്ങൾക്ക് അനുകൂലമാകുന്ന രീതിയിൽ, മീൻസ് ഏത് രീതിയിലാണോ ഇത് നിസാർ കമ്മീഷൻ്റെ കണ്ടെത്തലുകൾ, നിസാർ കമ്മീഷൻ ശരിയായ രീതിയിലുള്ള എൻക്വയറി നടത്തിയിട്ടില്ല. അപ്പോൾ ഞങ്ങളെല്ലാം കേട്ട് ഇവിടുത്തെ ശരിയായ രീതിയിലുള്ള ഡോക്യുമെൻറ്റ്സുകൾ പരിശോധിക്കുക എന്നുള്ള ഡോക്യുമെൻറ്റ്സൊക്കെ ഞങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത് രജിസ്റ്റർ ചെയ്തിട്ട് 33 വർഷമായിട്ട് തണ്ടപ്പേര് പിടിച്ച് പോക്കുവരവ് നടത്തി ആറാറുള്ള എല്ലാമാണ്. അപ്പം ഞങ്ങളെ ഒന്നും ഈ പറയുന്ന നിസാർ കമ്മീഷനല്ല, അല്ലെങ്കിൽ വഖഫ് ബോർഡ്, നിസാർ കമ്മീഷനല്ല ഇത് പ്രോപ്പർട്ടി വഖഫ് ബോർഡിലേക്ക് എടുത്തത്. വഖഫ് ബോർഡ് കണ്ടെത്തിയത്, അതായത് വഖഫ് ബോർഡ് 2017 ഒരു എൻക്വയറി കമ്മീഷന് വെക്കുന്നുണ്ട്. അത് പലരും പരാമർശിക്കാതെ പോവുകയാണ്. ഒരു 2 അംഗ കമ്മീഷന് വെക്കുന്നുണ്ട്. ആ 2 അംഗ കമ്മീഷനാണ് 3 മാസം അന്വേഷണം നടത്തിയിട്ട് വഖഫ് ബോർഡിൽ റിപ്പോർട്ട് കൊടുക്കുന്നത്. അത് ആര് പറഞ്ഞിട്ട്? ഈ സിദ്ദിഖ് സേട്ടുവിൻ്റെ അനന്തരാവകാശികൾ, അതായത് സിദ്ദിഖ് സേട്ടുവിൻ്റെ പേരക്കുട്ടികൾ പറയുന്നു അവർ റിട്ട് ഫയൽ ചെയ്തു. അതായത് ഇവിടെയുള്ള ഭൂമി വഖഫ് ബോർഡിൻ്റെ ഭൂമിയാണ് എന്ന് പറഞ്ഞ് പരാതി കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് വഖഫ് ബോർഡ് ഈ എൻക്വയറി കമ്മീഷനെ വെക്കുന്നതും. അതോടൊപ്പം തന്നെ ഫറൂഖ് കോളേജിനെയും അനന്തരാവകാശികളുടെ വക്കീലന്മാരെയും 3 സിറ്റിംഗ് നടത്തിയതിന് ശേഷമാണ് ഇവർ ഈ വഖഫ് പ്രോപ്പർട്ടി ആണെന്ന് കണ്ടത്. പക്ഷേ അതാരും തന്നെ പരാമർശിക്കുന്നില്ല. എനിക്കറിയില്ല അതിൻ്റെ കാരണം എന്താണെന്ന്. അപ്പം നമുക്ക് വേണ്ടത് അതെല്ലാം ശരിയല്ലാത്ത രീതിയിലായിരുന്നു. അപ്പോൾ പുതിയ കമ്മീഷൻ വരുമ്പോൾ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത് വഖഫ് പ്രോപ്പർട്ടി ആയതെന്നും കൂടി അതിൽ വെക്കണം. അതിൻ്റെ അകത്ത് ഒരു ടേംസ് ഓഫ് റെഫറൻസിൽ വരണമെന്നുള്ളൊരാഗ്രഹം ഞങ്ങൾക്കുണ്ട്. കോടതിയിൽ വിശ്വാസമുണ്ട്. പക്ഷെ കോടതിയിൽ വിശ്വാസമുണ്ടായിട്ട് ഈ പറയുന്നത് പോലെ 34 വർഷം ഞങ്ങൾ കേസ് നടത്തിയിട്ടും കോംപ്രമൈസ് ആണ്, ഞങ്ങളുടെ താമസിച്ചുകൊണ്ടിരിക്കുന്ന ഞങ്ങളുടെ ഭൂമിയാണെന്ന് കണ്ടെത്തിയിട്ടും ഇത് 34 വർഷം ആയിട്ടും കോംപ്രമൈസിലൂടെ മാത്രമേ അത് പരിഹരിക്കാൻ അന്നും പറ്റിയിട്ടുള്ളൂ. അപ്പോൾ ഇത് ജീവിതാവസാനം വരെ ഞങ്ങൾ കേസ് നടത്തിക്കൊണ്ടും പോകാമെന്നുള്ളത് ഞങ്ങൾ ഒരിക്കലും തയ്യാറല്ല. അതിൻ്റെ സമരത്തിൻ്റെ ഇത് ഞങ്ങളിപ്പോൾ ഉപവാസ സമരത്തിലൂടെ പോകുന്നു. പക്ഷേ ഇതിൻ്റെ ടെക്നിക്കൽ ഇതൊക്കെ മാറും. നമുക്കറിയാലോ, ഇന്ത്യ മഹാരാജ്യത്തിൽ നിന്നും ബ്രിട്ടീഷുകാർ പോയേണ്ടി വന്നു. സൂര്യനസ്തമിക്കാത്ത സാമ്രാജ്യമായിരുന്നു അവരുടേത്. ഇവിടെ നിന്നാണ് ആദ്യം തന്നെ പോകേണ്ടതായിട്ട് വന്നത്. അപ്പോൾ അതേപോലത്തെ ഞങ്ങൾ പ്രാർത്ഥനാ ചൈതന്യത്തോടുകൂടി ജീവിക്കുന്നവരാണ്. സഹന സമരം മാത്രമേ ഞങ്ങൾ ആവിഷ്കരിക്കുകയുള്ളൂ. പക്ഷേ ആത്യന്തികമായിട്ട് ഞങ്ങൾക്ക് തന്നെ വിജയം കിട്ടും. ഇപ്പോൾ ഞാൻ പറഞ്ഞു കഴിഞ്ഞ് നേരത്തെ ഞാൻ സൂചിപ്പിച്ചതായിരുന്നു. അതായത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം എവിടെ വേണമെങ്കിലും ആർക്ക് എന്ത് ബുദ്ധിമുട്ടുണ്ടെങ്കിലും പോയി സഹായിക്കാനും സഹകരിക്കാനും ഒക്കെ ഞങ്ങൾക്ക് ഒരു കുഴപ്പമില്ല, സന്തോഷമാണ്. രാവിലെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞ് വൈകുന്നേരം വരെ നടക്കാൻ പറ്റും. പക്ഷേ ഇത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട്, അതായത് രാവിലത്തെ ഭക്ഷണം കഴിക്കാനായിട്ട് ഞങ്ങൾക്ക് സാധിക്കുന്നില്ല. കാരണം എന്താണ്? ഇത് ഞങ്ങളുടെ പെട്ടുപോയി. ഞങ്ങൾക്ക് പറമ്പുണ്ട്, അതിന് റവന്യൂ അവകാശങ്ങൾ കിട്ടുന്നില്ല, വായ്പകൾ അടക്കാൻ പറ്റുന്നില്ല. എങ്ങനെ നോക്കിയാലും വിറച്ചുകൊണ്ടിരിക്കുന്നൊരവസ്ഥയാണ്. ഇതിൽ നിന്നൊരു മോചനം ഞങ്ങൾക്ക് വേണം. രാത്രിയാണെങ്കിൽ കിടക്കാനും പറ്റില്ല. കിടന്നാൽ ചാടി എണീക്കും. എന്ത് ചെയ്യും? ഇതെങ്ങനെ വരും? എനിക്ക് എൻ്റെ സഹോദരിക്ക് ഭൂമിയുണ്ട്, സഹോദരന് ഭൂമിയുണ്ട്, എൻ്റെ വൈഫിന് ഭൂമിയുണ്ട്, വൈഫിൻ്റെ സഹോദരിമാർക്കുണ്ട്. അതേപോലെ എൻ്റെ ഇളയപ്പന് ഇവിടെ ഉണ്ട്, അവിടെ തന്നെ താമസിക്കണം, അവർക്കുണ്ട് 19 സെൻറ്റ് ഭൂമി. എൻ്റെ മൂത്ത ചേട്ടൻ്റെ ബന്ധുവീട് അതെല്ലാം അവിടെയാണ്. അവർക്കും 5-6 മക്കളുള്ളതാണ്. അവർ എല്ലാവർക്കും അത്യാവശ്യം ഭൂമിയുള്ളവരാണ്. അപ്പം ഞങ്ങളെല്ലാവരും ഇങ്ങനെ കണക്ട് ചെയ്ത് കിടക്കുന്നതാണ് തീരപ്രദേശത്ത്. എല്ലാവരും പെട്ട് കിടക്കുന്നത്. അതുകൊണ്ട് ഞങ്ങൾക്കിവിടെ രാഷ്ട്രീയമില്ല. BJP ആണോ ഞങ്ങളെ സഹായിക്കുന്നത്? കോൺഗ്രസ് ആണോ സഹായിക്കുന്നത്? CPM ആണോ? എല്ലാവരോടും ഞങ്ങൾ സഹകരിക്കുന്നു. അച്ഛന്മാരും ഞങ്ങളെ സഹായിക്കുന്നു. അച്ഛന്മാരെ സംബന്ധിച്ചിടത്തോളം അവർ വികാരഭരിതമായിട്ട് തന്നെയാണ് നിൽക്കുന്നത്. അവർക്ക് അതൊരു ആധ്യാത്മിക കാഴ്ചപ്പാടും ഞങ്ങളെ ഈ ജനങ്ങളുമായിട്ട് നിരന്തരം ബന്ധപ്പെട്ട് എല്ലാ വിഷമതകളും പറയണത് ഞങ്ങളുടെ അച്ഛന്മാരോടാണ് പറയണത്. അവരിതിൻ്റെ അകത്തേക്ക് ശരിയായ രീതിയിൽ ആകുലരാണ്. മറ്റുള്ളവർക്ക് ഒരു ആകുലതയുമില്ല. വഖഫ് ബോർഡിന് ആകുലതയില്ല, കോൺഗ്രസ് നേതാക്കന്മാർക്കും ആകുലത ഉണ്ടാവില്ല, CPMൻ്റെ നേതാക്കന്മാർക്കും ആകുലത ഉണ്ടാവില്ല, BJPക്കാർക്കും ഒരാൾക്കും വേറെ ആകുലതയൊന്നുമില്ല. അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അവരുടേതായിട്ടുള്ള കാഴ്ചപ്പാടുകളാണ്. ഞങ്ങളതല്ല. ഞങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഹൃദയം വിങ്ങി പൊട്ടിക്കൊണ്ടിരിക്കുകയാണ് ഈ താമസിക്കുന്ന ഓരോരുത്തരും. ഇവിടെ താമസിക്കാത്ത ഭൂമിയില്ലാത്ത ആളുകൾക്ക് ഘോരം സംസാരിക്കാം,
എന്ത് വേണമെങ്കിലും പറയാം, പ്രശ്നം തീർന്നില്ലെങ്കിലും നേതാക്കന്മാരാകും. അങ്ങനെയുള്ള ചിന്താഗതിയുള്ള കുറേ ആളുകൾ അവിടെ വന്ന് ഒത്തിരിയേറെ സംസാരിച്ചിട്ട് പോകും. പക്ഷേ ഭൂമിയുള്ളവരെ സംബന്ധിച്ചിടത്തോളം അവർ പെട്ട് കിടക്കുകയാണ്. അവരെ വർത്തമാനം പറയുന്നതെന്ന് മാത്രമേ ഉള്ളൂ. ഇടയ്ക്കിടയ്ക്ക് തല ഇങ്ങനെ വിറച്ചുകൊണ്ടിരിക്കും. ഇതാണ് ഞങ്ങളുടെ അവസ്ഥ.